നാട്ടിലെ കല്യാണപ്പുരകൾ സംഗീത സാന്ദ്രമാക്കുന്ന മുട്ടിപ്പാട്ട് സംഘങ്ങളിൽ പലതും യുവാക്കൾ നയിക്കുന്നതാണ്. ഇവരിൽ നിന്ന് വ്യത്യസ്തരാണ് മുതിർന്ന വനിതകൾ നയിക്കുന്ന സിൻ കലാവേദി. അടുത്തിടെ ഗൾഫിലെത്തിയ അവർക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. ജന്മം കൊണ്ട് കണ്ണൂരുകാരിയാണെങ്കിലും കർമ്മം കൊണ്ട് കാസർഗോഡുകാരിയാണ്. മാപ്പിളപ്പാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 36-37 വർഷമായി. 12ാമത്തെ വയസ്സ് മുതൽ മാപ്പിളപ്പാട്ടിലേക്കാണ്. എല്ലാം ഉണ്ടായിരുന്നു. കഥാപ്രസംഗം, ലളിതഗാന സംഗീതം, നൃത്തസംഗീത, നാടകം, അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു. പക്ഷേ മാപ്പിളപ്പാട്ട് തിരഞ്ഞെടുത്തത് അതാണ് എൻ്റെ ചോയ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കല അതാണെന്ന് എനിക്ക് യോജിക്കും അതാണെന്ന് തോന്നിയതുകൊണ്ടാണ് മാപ്പിളപ്പാട്ടിൽ ഇറങ്ങിയത്. മാപ്പിളപ്പാട്ടിൽ നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോഴത്തേക്കും തീർത്തും ഒരു തള്ളപ്പെട്ടു. നമ്മളെ വേദികളിൽ നിന്ന് അവർ ഏജായി. പുതിയ കുട്ടികളുണ്ടല്ലോ, അടിപൊളി പാട്ട് പെർഫോമൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ. അങ്ങനെ തള്ളപ്പെട്ട ഒരു സന്ദർഭത്തിൽ എനിക്ക് കാസർഗോഡ് നിന്ന് 1-2 ആളെ പ്രചോദനം. ഒന്നാമത് നമ്മുടെ എവറസ്റ്റ് ബഷീർക്കാന്ന് പറയും, അവർ തളങ്കരയാണ്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഉപ്പള മർഹബ സ്റ്റുഡിയോയിലാണ്. 16 വർഷമായി. അവിടെയുള്ള എൻ്റെ ഒരു ചങ്ങാതിമാരുണ്ട്. എൻ്റെ ബോസ് എന്ന് പറയാം, അബ്ദുൾ റസാഖ്. ഇങ്ങനത്തെ കുറച്ച് ടീമുണ്ടായിരുന്നു. ആ കുട്ടികളെല്ലാം എന്നോട് പറഞ്ഞു, ഇങ്ങനെ CHക്ക് ഒരു ടീം തുടങ്ങിക്കൂടെ, ആൺകുട്ടികളെ ഇഷ്ടംപോലെ കൈമുട്ടിപ്പാട്ടുണ്ട്, അപ്പോൾ തുടങ്ങിക്കൂടെ. പക്ഷേ എനിക്ക് റസാഖെല്ലാം പ്രചോദനം തന്നു കുറേ. ഞാൻ നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് കഴിയും എല്ലാവരെയും ഒത്തുചേർത്ത്. അങ്ങനെ തുടങ്ങിയതാണ്. അത് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് കോമഡി ഉത്സവം, ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി ഉത്സവം തുടങ്ങിയത്. അപ്പോൾ ഇഷ്ടംപോലെ ആളുകളെ ഇങ്ങനെ അവരെടുക്കുന്നുണ്ട്, സ്പെഷ്യൽ പെർഫോമൻസ് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് 1-2 ആൾ പറഞ്ഞു, നിങ്ങൾക്ക് അയച്ചൂടെ, കുട്ടിപ്പാട്ട് ലേഡീസ് ഒരു ടീമല്ലേ ഉള്ളൂ. ഞാനൊന്ന് നമ്പർ വാങ്ങിയിട്ട് അതിൻ്റെ ഡയറക്ടറൊക്കെ അയച്ചു. അവർ അത് ഓഡീഷന് വരാൻ പറഞ്ഞു. പട്ടാമ്പിയിലായിരുന്നു ഓഡീഷൻ. അപ്പോൾ ആ വേദിയിൽ പാടി ഞങ്ങൾ ഓഡീഷന്. പക്ഷേ കിട്ടുന്നുള്ളൊരു അതിലേക്ക് എൻ്റർ ആവുന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. അപ്പം ഫസ്റ്റ് 2 ഭക്തിഗാനം പാടുമ്പോഴത്തേക്ക് തന്നെ ഓഡിയൻസ് ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ ജഡ്ജസ്മാർ മുമ്പിൽ, അവർ ഡയറക്ടർമാർ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞപ്പോൾ നിർത്താൻ പറഞ്ഞവർ. പല്ലവി 4 വരി 8 വരി പാടിയിട്ടില്ലു, പൂർത്തിയാക്കില്ല. അപ്പോൾ എനിക്കൊരു ടെൻഷനായി, എന്താ അവരങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു. അപ്പോൾ സാറെന്നോട് ചോദിച്ചു, സതീഷ് സാറാണ്. അത് ചോദിച്ചു, എന്ത് തോന്നുന്നു, എന്താണ് എപ്പോഴാണ് നിങ്ങൾക്ക് പോകേണ്ടത്, അങ്ങോട്ടേക്ക് പോകാം, കാസർഗോഡേക്ക് പോകാം, ട്രെയിന്. ഞാൻ എൻ്റെ പ്രതീക്ഷ മുഴുവൻ വിട്ടു. അങ്ങനെ ചോദിക്കുമ്പോൾ സാറ് ഇന്ന് രാത്രിയാണ്, വൈകുന്നേരമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. സാറിന് ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പോകാം കാസർഗോഡേക്ക് എന്ന് പറഞ്ഞു. ചിരിച്ചു അവരെന്നോട്. ഇനി നമുക്ക് അടുത്ത കോമഡി ഉത്സവത്തിൻ്റെ വേദിയിലേക്ക് കാണാമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളേറ്റവും നമ്മളെ ഈ ടീമിൻ്റെ വഴിത്തിരിവ്. ഉപ്പളക്കാർ കൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാം ഞങ്ങൾ വന്നത്. അതിനൊരു ജമാൽ സാഹിബ് ഉണ്ട്. അദ്ദേഹം 5 അംഗങ്ങൾ 6 അംഗങ്ങളെന്നൊരു കമ്മിറ്റി പറയുന്നുണ്ട്. ഇക്ബാൽ, മറ്റുള്ളവരുടെ പേരറിയില്ല. അവരാണ് ഞങ്ങൾക്ക് എൻട്രി തന്നത് ഇവിടത്തേക്ക് വരാൻ വേണ്ടി. അവർ അബുദാബിയിൽ വന്നിരുന്നു ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി. നല്ല സ്വീകരണമായിരുന്നു. സീനേച്ചി ഞാൻ തമ്മിൽ ബന്ധമെന്ന് പറയുന്നത് 32 വർഷമുള്ള ബന്ധമാണ്, ചെറിയ ബന്ധമൊന്നുമല്ല. എൻ്റെ സ്വന്തം ചേച്ചി. അപ്പോൾ ചെറുതിലെ ഞാൻ പാടുന്നുണ്ട്. സ്കൂൾ പഠിക്കുന്ന സമയത്തെ ഓൾ പറഞ്ഞ പോലെ തന്നെ ഡാൻസ്, പാട്ട്, നാടൻപാട്ട് എല്ലാമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആദ്യമായി ഞാൻ മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്തേക്ക് വന്നത് എൻ്റെ ഗുരുവാണ് സോറീത്ത. സീന കാരണമാണ് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഞങ്ങൾ കണ്ടതും നല്ല നല്ല വേദിയിലെത്തിയതും ഇപ്പോൾ ഇവിടെ എത്തിയതും. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇവരെ കൂടെ വന്നതിന് ശേഷം നമ്മൾ കുറേ അറിയപ്പെട്ടു. ഇതിനു മുമ്പേ ഇങ്ങനെ ആൺകുട്ടികളെ ടീമിലാണ് വായിച്ചുകൊണ്ടിരുന്നത്. അവരിങ്ങനെ ഇതിലായിട്ടില്ല. സിനേച്ചിൻ്റെ കൂടെ വന്നു നമ്മളിങ്ങനെ ചാനലെല്ലായി അങ്ങനെ ഒരുവിധ ആൾക്ക് അറിയപ്പെടാൻ ഒരിത് വരികയും കുറച്ച് ഓവർ സ്പീഡ് വരുന്നതാണ് ഞാൻ ഒറ്റക്കിട്ടടിക്കുന്നത്.
അങ്ങനെ ചെയ്യണം. കുറച്ച് പാടുന്ന പാട്ടിലും കുറച്ചൊരു 2-3 പാട്ട് ഒന്നിച്ച് പാടും. ഇപ്പോൾ ഇവിടെ പാടിയ ഏകദേശം ചെയിൻ മോഡൽ എല്ലാ പാട്ടും പാടുന്നത്. ഒറ്റന്നായിട്ട് സിംഗിളായിട്ട് അധികം പാടില്ല. 2-3 പാട്ട് ഒന്നിച്ച് കോർത്തിണക്കിട്ട് പാടും. ഞാനൊരു 10 വർഷത്തിലേറെ നാടൻപാട്ടിൻ്റെ ഫീൽഡ്, പിന്നെ അത്യാവശ്യം കരോക്കെ, അങ്ങനെ ഒരുപാട് ടീമിലെല്ലാം കുറേ വർഷം ഡാൻസും പാട്ടെല്ലാം ആയിട്ട് ഇങ്ങനെ പോയി. പക്ഷേ ഒരുപാട് എന്ന് പറയേണ്ട ഒരു ഗൾഫിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. ഞാനിപ്പോൾ സീനേജിൻ്റെ ടീം കൂടിയിട്ട് മാസങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷേ ഇത്ര പെട്ടെന്ന് ഈ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിൽ വലിയ എന്ന് പറയണ്ടേ അത്രയും നന്ദി പറയാനാണ് സീനേജിയോട്. സീനേജിൻ്റെ കൂടെ കൂടിയിട്ട് ഞാനൊരു 8 വർഷമായി. അപ്പോൾ അതിനിടയിലാണ് എനിക്ക് ജോലി ഇങ്ങോട്ടേക്ക് മാറിയിട്ട് വന്നത്. പക്ഷേ നാട്ടിൽ ഞാൻ ലീവിന് പോകുന്ന സമയത്തൊക്കെ സീനേജിൻ്റെ കൂടെ പ്രോഗ്രാമിന് പോവായിരുന്നു. ഞാൻ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലും ഗിന്നസ് റെക്കോർഡിലൊക്കെ ഞാനുണ്ടായിരുന്നു. മഴവിൽ മനോരമയിലൊരു ചാനലിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ കാസർഗോഡ്, കണ്ണൂർ, എല്ലാ കർണാടകയിലും ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ പാടിയിരുന്നത് റംല ബീഗം, ആയിഷ ബീഗം അങ്ങനത്തെ ഒരു ഇതിലുള്ള പാട്ടുകളായിരുന്നു പാടിയിരുന്നത്. പക്ഷേ ഇവരെ കൂടെ പഴയ ഞാൻ അറിയാത്ത പാട്ടുകൾ പോലും പാടാനുള്ള ഒരു അവസരം കിട്ടി. പിന്നെ ഏറ്റവും ഒരുപാട് ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കാനുള്ളത് ഇവിടെ നമ്മളെ മാപ്പിളകലാ അക്കാദമിൻ്റെ ആ ഒരു ചാൻസ് ഞങ്ങൾക്ക് ഇന്ന് തന്ന ഈ വേദി, അത് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വേദി. വലിയ സന്തോഷമായ ഒരു കാരണം ഈ ഒരു അറിയാത്തൊരു സ്ഥലത്ത് വന്നിട്ട് പ്രത്യേകിച്ച് ഇത്തരം ഈ ഒരു പ്രായക്കാരൊക്കെ ആണല്ലോ, അവർക്ക് ഭയങ്കര ആശ്വാസമായി. ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. അതിനുശേഷം 1-2 പ്രോഗ്രാം കിട്ടി. ഇപ്പോൾ നാളെയും പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനൊരു പിന്നെ നമുക്കറിയാം നമ്മുടെ മെമ്പേഴ്സും കൂടിയാണ് അവർ. ഒരു സീനേജ് മാത്രമല്ല, ഒരു അക്കാദമിയുടെ ഒരു സ്വീകരണം കൊടുക്കാൻ പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. കാരണം ഒരു ലൊക്കേഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഭാരവാഹികളും വളരെ വേണ്ടപ്പെട്ട നമ്മുടെ കൂടെയുള്ള നിൽക്കുന്ന ആൾക്കാരും കൂടിയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനമാണ്. ഇവരുടെ ഇതിൽ ഒരു മതേതരത്വം നിലനിൽക്കുന്നുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ പാട്ട് ഇവർ എല്ലാവരും കൂടിയിട്ടുള്ള സീനേച്ചിയായാലും മറ്റുള്ളവരായാലും അവർ ഒരേ ഡ്രസ്സിൽ ഒരേ രൂപത്തിൽ ഒരേ ഈണത്തിൽ പാടുകയാണ്, ഒരു കൂട്ടായിട്ടുള്ള പാട്ട്. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കൂറ്റ് ഇമ്പം എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു നമുക്ക് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം. മറ്റുള്ളവരത് മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം ഓരോരുത്തരുടെ ഡിഫറൻറ്റ് ശൈലി, അവർ ഇതൊരു ടിപ്പിക്കൽ ശൈലി, അവരുടെ ഡ്രസ്സ് തന്നെ ടിപ്പിക്കലാണ്. കാരണം പല വേദിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്.